PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങി പോലീസ്. ഹാജരാകും മുൻപ് ജോർജിന്റെ വസതിയിൽ പോലീസ് എത്തി. ചിലരെ തൃപ്തിപ്പെടുത്താനുള്ള പോലീസ് നീക്കമെന്ന് BJP. ആശമാരുടെ സമരത്തിന്റെ 15ാം നാൾ ഗുരുതര അധിക്ഷേപവുമായി CPM. പിന്നിൽ ചില അരാജക സംഘടനകളാണെന്ന് ദേശാഭിമാനി ലേഖനമെഴുതിയ എളമരം കരീം. പൊമ്പിള ഒരുമൈ സമരത്തിന്റെ തനിയാവർത്തനമെന്ന് വിമർശനം. പിന്തുണയുമായി കൂടുതൽ സംഘടനകൾ. ശശി തരൂരിനെതിരെ നടപടി ഉണ്ടാകില്ല. വിമർശിച്ചതുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തില്ലെന്ന് KC വേണുഗോപാൽ. ചെറിയ പ്രശ്നങ്ങളെ വലുതായി ഉയർത്തിക്കാണിക്കുന്നതായും KC. തെലങ്കാനയിലെ ടണലിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ദൗത്യം 3ാം ദിനത്തിൽ. രക്ഷാപ്രവർത്തനത്തിന് നാവികസേനയെ. വെല്ലുവിളിയായി തുരങ്കത്തിൽ യന്ത്രഭാഗങ്ങളും ചെളി. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ടതിൽ ജനരോഷം ശക്തം. ആറളത്ത് ഹർത്താൽ തുടരുന്നു. വനമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരും. സംസ്ഥാനത്ത് 28 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് നടക്കുന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം ഡിവിഷനും. കാസർഗോഡ് 2 ഇടങ്ങളിൽ എതിരില്ലാതെ ജയിച്ച LDF. വോട്ടെണ്ണൽ നാളെ രാവിലെ 10-ന്. സിനിമാ സമരത്തിൽ ഇന്ന് തീരുമാനമാകും. നിലപാടെടുക്കാൻ ഫിലിം ചേംബർ യോഗം. സമരത്തിന് പിന്തുണ തേടി നിർമ്മാതാക്കൾ. സിനിമാ മേഖലയെ സ്തംഭിപ്പിക്കുന്ന സമരപരിപാടി വേണ്ടെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ. താരസംഘടന അമ്മയുടെ യോഗം കൊച്ചിയിൽ. റഷ്യ യുക്രൈൻ യുദ്ധം 3ാം വർഷത്തിൽ. യുക്രൈനിൽ ഉഗ്രാക്രമണം നടത്തി റഷ്യ. യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 4 ലക്ഷത്തിലധികം ആളുകളെന്ന് കണക്കുകൾ. ഗസയിൽ 2ാം ഘട്ട വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ. 620 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാതെ ഇസ്രയേൽ. മോചിപ്പിക്കുന്ന ബന്ദികളെ ഹമാസ് അപമാനിക്കുന്നതായ ആരോപണം. കരാർ ലംഘിക്കുന്നത് ഇസ്രയേൽ എന്ന് പലസ്തീൻ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ബംഗ്ലാദേശ് ന്യൂസിലൻഡ് പോരാട്ടം. ജയിൽ ചാൽ ന്യൂസിലൻഡ് സെമിയിൽ. രഞ്ജി ട്രോഫി ഫൈനലിനൊരുങ്ങി കേരളം. വിദർഭയിൽ ഇന്ന് പരിശീലനം.